വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഉള്ളിയൊന്നും വഴറ്റിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് 200 ഗ്രാം പാസ്തയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് മാത്രം 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കാം. പാസ്ത വേവിച്ച് ഊറ്റിയെടുത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2.5 കപ്പോളം പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന പാസ്ത ചിലപ്പം വെയിറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒഴിച്ച് നോക്കുക. എന്നിട്ട് ഇത് ആ പാസ്ത മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വേണം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒരു പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പാസ്ത ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പാസ്തയിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാസ്ത വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-3 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് മൈദ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ലോയ്ക്കും ഇടയിലാക്കി വെക്കുക. എന്നിട്ട് ഇടവിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ മൈദ നമ്മൾ ചേർത്തിട്ടുള്ളതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടൂ. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വേവിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇത് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും വേണ്ട. അപ്പോൾ ഈ പാസ്തയുടെ കളർ തന്നെ മാറിപ്പോവും. ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ആണ് എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്കുള്ള എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ചിക്കൻ വേവിച്ചപ്പോൾ ഉള്ള ആ ഒരു ചെറിയ എരിവും ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പോ എരിവോ ഒക്കെ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സാക്കി എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചീസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ചൂട് കൊണ്ട് ചീസ് അങ്ങ് മെൽറ്റായി കിട്ടും. ഇത് ചെറിയൊരു ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു പാകത്തിന് ഇരുന്നാൽ മാത്രമേ ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് തിക്കാവാതെ ഇരിക്കൂ. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്